അപ്പോൾ അമേഠിയിൽ തോറ്റ രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്തെ നയിക്കുന്നു. അപ്പോൾ ശൈലജ ടീച്ചറൊക്കെ ഇനിയും രാഷ്ട്രീയത്തിലുണ്ടാകും, എല്ലാ സ്ഥലത്തും ഉണ്ടാകും, അവർക്കുള്ള ജനപ്രീതിയും എല്ലാം നിലനിൽക്കും. ഷാഫി ഇവിടെ ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കാർക്കും യാതൊരു അസഹിഷ്ണുതയില്ല. ഒരു കാര്യം, ഈ കെ ശൈലജ ടീച്ചർ വൻ ഭൂരിപക്ഷത്തിൽ തോറ്റതിന് ശേഷമാണ് വലിയ ആക്രമണത്തിലേക്ക് ഒരു പോകുന്നത്. അതിനുശേഷം ഉണ്ടാവുന്നത് ഈ കോളേജ് ഇലക്ഷനിൽ SFI കുറെ കാലത്തിന് ശേഷം പരാജയപ്പെട്ടു. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലാണ് ഇതുണ്ടാവുന്നത്. അത് ഈ തോൽവി അംഗീകരിക്കാൻ മടിക്കുന്നത് കൊണ്ടാണെന്നാണ് UDF ഇന്നും അതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അക്രമം നടന്ന സ്ഥലം ഏതാണെന്ന് താങ്കൾക്ക് അറിയാമോ? അത് അമേഠി ആയിരിക്കും. കാരണം രാഹുൽ ഗാന്ധി തോറ്റുപോയ സ്ഥലമാണ് അമേഠി. തെരഞ്ഞെടുപ്പിൽ പിന്നെ മുമ്പും ഇവിടെ തോൽവിയും പരാജയവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ആയിട്ട് ജയിച്ചിട്ടില്ലേ? ഇവിടെ ശ്രീ കെ മുരളീധരൻ MP ആയിട്ട് ജയിച്ചിട്ടില്ലേ? ഇപ്പോൾ ഇദ്ദേഹം വന്നുകൊണ്ടാണ് ജയിച്ചതെന്നാണോ കരുതിയത്? കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വടകര മാത്രമല്ല, ഞങ്ങൾ ഉറപ്പായിട്ടും എല്ലാ കാലത്തും ജയിച്ച ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലേ? ആ പരാജയത്തിൽ നിന്ന് നേരത്തെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിച്ച സ്ഥലമല്ലല്ലോ വടകര. ഇതേ രീതിയിൽ തന്നെയായിരുന്നല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ റിസൾട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ 20 വർഷമായി ഞങ്ങൾക്ക് ഇത് പോയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഈ പറഞ്ഞ ഒരു വ്യക്തിക്ക് മാഹാത്മ്യം കൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നിലവിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയം ഉണ്ടായത്. ആ രാഷ്ട്രീയ അന്തരീക്ഷം തൻ്റെ വ്യക്തി മികവാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഷാഫി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പരിശോധിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, പരിശോധിക്കേണ്ടത് UDF ആണ്. UDF രാഷ്ട്രീയം നഷ്ടപ്പെട്ടു. ഈ ഒരു വ്യക്തിയുടെ മാഹാത്മ്യം കൊണ്ടാണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഇല്ലെങ്കിൽ UDF മൈനസ് ഷാഫി പറമ്പിൽ ഈ 0 എന്ന് പറയുന്ന നിലയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറിയെന്ന് സ്വയം സമ്മതിക്കലാവും. അപ്പോൾ അമേഠിയിൽ തോറ്റ രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്തെ നയിക്കുന്നു. അപ്പോൾ ശൈലജ ടീച്ചറൊക്കെ ഇനിയും രാഷ്ട്രീയത്തിലുണ്ടാകും, എല്ലാ സ്ഥലത്തും ഉണ്ടാകും, അവർക്കുള്ള ജനപ്രീതിയും എല്ലാം നിലനിൽക്കും. ഷാഫി ഇവിടെ ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കാർക്കും യാതൊരു അസഹിഷ്ണുതയില്ല. ഇവിടെ നേരത്തെ MP ആയിരുന്ന ആരെങ്കിലും ആയിരുന്നു ഈ സാഹചര്യത്തിൽ MP എങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമോ? കെ മുരളീധരനാണ് ഈ പ്രശ്നം ഉണ്ടാവുമോ? ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് നേരത്തെ ഇപ്പോഴത്തെ ഇവിടുത്തെ MP എങ്കിലും ഉണ്ടാവുമോ? ഇപ്പോൾ ഇനി എന്തിനാ പറയുന്നു? കേരളത്തിൽ ഈ പറഞ്ഞ ഞങ്ങളുടേത് മാറ്റി നിർത്തിയാൽ 19 MP-മാർ, അതിലൊന്ന് ഈ പറഞ്ഞ വ്യക്തിത്വത്തെയും മാറ്റി നിർത്തിയാൽ ബാക്കി 18 പേരുണ്ടല്ലോ. ആ 18 പേരിൽ ആരെങ്കിലും ഒരാളാണെങ്കിൽ അവർ വരുന്ന സ്ഥലത്ത് കലാപവും പ്രശ്നം ഉണ്ടാവുമോ? ഇതൊരു വ്യക്തിയാണ്. വ്യക്തി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോവുകയാണ്. വ്യക്തി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞങ്ങളതിൽ സന്തോഷിക്കുന്നു. എന്തുകൊണ്ട്? ഈ വ്യക്തിയാണ് കോൺഗ്രസ് രാഷ്ട്രീയം, ഈ വ്യക്തിയാണ് UDF രാഷ്ട്രീയമെന്ന് അവർ സമ്മതിക്കുകയാണോ? ഞങ്ങൾക്ക് സന്തോഷം. ആ വ്യക്തിയെ മാത്രം നോക്കിയാൽ മതിയല്ലോ, ബാക്കി തീർത്തും അടിഞ്ഞ് ഇല്ലാതായി എന്ന് സ്വയം സമ്മതിക്കുകയല്ലേ. അതായത് ഷാഫി പറമ്പിലിനെ മാറ്റി നിർത്തേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഷാഫിയെ മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിത്വമാണ് എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. അയാളൊരു ജനപ്രതിനിധിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ചില ഘടകങ്ങളുണ്ട്. ആ സ്വഭാവം സമൂഹത്തിന് ചേർന്നല്ല. അദ്ദേഹം ഉത്തരവാദിത്വം പാലിക്കണം. സാധാരണഗതിയിൽ ഞാൻ പറയുന്നു, ഷാഫി പറമ്പിൽ പേരാമ്പ്രയിൽ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കറിയാം പേരാമ്പ്രയിലെ പ്രാദേശിക കോൺഗ്രസ് UDF നേതൃത്വം അവർ ഈ പ്രശ്നം പരിഹരിച്ച് പിരിഞ്ഞു പോകുമായിരുന്നു. അല്ല, എന്താ പ്രശ്നം ഉണ്ടാവുക? അതുകൂടി താങ്കളൊന്ന് പറയും. എന്തായിരുന്നു ഷാഫി വന്നില്ലായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് ഷാഫി പറയാണ്. അല്ല, ഒറ്റ മിനിറ്റ്, ഓരോന്നിനോരോന്ന് പറഞ്ഞു പോകാലോ. ഇവിടെ പ്രാദേശിക മാധ്യമങ്ങളുണ്ട്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഷാഫി വന്നു എന്നൊരു വിവരം കിട്ടി. ഇതിങ്ങനെ നിൽക്കുകയാണ്. ആദ്യ പ്രകടനം കഴിഞ്ഞു, നമ്മളൊക്കെ ബസ് സ്റ്റാൻഡിലുണ്ട്, എല്ലാവരും നിൽക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാവരും ഉണ്ട്. പിരിഞ്ഞു പോകണം, നമ്മുടെ ഉത്തരവാദിത്തം അതാണെന്ന് പ്രഖ്യാപിച്ചു. ഒരുവിധ ആളുകളൊക്കെ പിരിഞ്ഞു പോയി. പിന്നെ കുറേ ആളുകളൊക്കെ കാഴ്ചക്കാരായിട്ട് സ്വാഭാവികമായിട്ടും ബസ് സ്റ്റാൻഡാണല്ലോ, നമുക്ക് ആര് എന്തെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഷാഫി അപ്പുറത്ത് എത്തിയെന്നുള്ള വിവരം കിട്ടിയപ്പോൾ LDF നേതാക്കന്മാർ എന്താ ചെയ്തത്? LDF നേതാക്കന്മാർ ഉടനെ ഈ സാധാരണ ഒരു ഉയരത്ത് കയറി നിന്ന് മൈക്കൊന്നുമില്ലാതെ ആളുകളെ വിളിച്ചു ചേർക്കുമല്ലോ, അതുപോലെ എല്ലാവരെയും കൈകൊട്ടി വിളിച്ചു ചേർത്തു. ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. വിളിച്ചു ചേർത്തിട്ട് അവിടെ സംസാരിച്ചെന്താ? അപ്പുറത്ത് ഷാഫി വന്നിട്ടുണ്ട്, ഷോ തുടങ്ങാൻ സമയമായി. ആ ഷോയിൽ കല്ലെടുത്ത് സ്വന്തം നെഞ്ചത്ത് കുത്തിയിട്ട് നമ്മൾ എറിഞ്ഞതാണെന്ന് പ്രചരിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ഈ സീനിലില്ല.
ചിലപ്പോൾ വിഷ്വൽ കിട്ടും ഈ സംസാരത്തിൻ്റെ. ആ സംസാരത്തോടു കൂടി അവിടെ നിന്ന മുഴുവൻ ആളുകളും പോയി പിന്നെ ഷാഫി ഏത് DYFI, ഏത് LDF, ഏത് CPM എന്നാ ഷാഫി പറയുന്നത്? ഷാഫി ഇതൊക്കെ കാണുന്നില്ലേ? ഷാഫി ഇത് കണ്ടുകൊണ്ട് ഒരാൾ പോലും ഇല്ലാതെ ഷാഫി പെട്ടുപോയ എന്താണ്? ഷാഫി ഒരു യുദ്ധത്തിന് വന്നപ്പോൾ അപ്പുറത്ത് സൈന്യമില്ല, പിന്നെ ആകെ കണ്ടത് എന്താണ്? പോലീസിനെയാണ്. അപ്പോൾ പോലീസിനെ പ്രകോപിപ്പിച്ച് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് പരമാവധി ഒരു കലാപം സൃഷ്ടിക്കുക. ഷാഫി ലക്ഷ്യം വെച്ചത് എന്താ? ഷാഫി ലക്ഷ്യം വെച്ചത് ജീവൻ അപഹരിക്കാൻ ഉൾപ്പെടെയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും പോലീസ് വെടിവെക്കില്ലേ? പോലീസ് വെടിവെപ്പ് ഉണ്ടാക്കുക. പോലീസ് വെടിവെപ്പ് ഉണ്ടായാൽ എന്തുണ്ടാവും? ആരെങ്കിലും ജീവൻ നഷ്ടപ്പെടും, പരിക്ക് പറ്റും. അങ്ങനെ ഒരു സീനാണോ ആലോചിച്ചത്? അങ്ങനെ ഒരു സീൻ ഇപ്പോൾ കേരളത്തിന് ആവശ്യമാണോ? പിന്നെ പേരാമ്പ്രയിൽ നടന്ന ലാത്തി ചാർജും പേരാമ്പ്രയിൽ നടന്ന പോലീസ് ആക്ഷനൊന്നും ഇതാണ് എന്നൊന്നും കരുതരുത്. പേരാമ്പ്രയിൽ ലാത്തി ചാർജും വെടിവെപ്പ് ഉൾപ്പെടെ നടന്ന പഴയ ചരിത്രമൊക്കെ പേരാമ്പ്രയ്ക്കുണ്ട്. അതും നല്ല നിലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സമാധാനപരമായി ഈ പേരാമ്പ്രയിലെ ജനങ്ങൾ അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ല. ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരും മറ്റുള്ളവരും അല്ലെങ്കിൽ UDF നേതാക്കന്മാരും ഒക്കെ ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ള അഭിപ്രായം ഷാഫിക്ക് ഉണ്ടാവും. ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പേരാമ്പ്രത്തെയും ഈ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതാക്കന്മാർ ഒന്നിനും കൊള്ളാത്തവരാണ്. ഓരിവിടെ നിന്നാൽ ഇവിടെ കലാപം ഉണ്ടാകും എന്നുള്ള അഭിപ്രായം ഷാഫിക്കുണ്ടെങ്കിൽ ഞങ്ങൾക്കതില്ല. അവരവിടെ നിന്നാൽ ഞങ്ങളൊക്കെ സൗഹാർദ്ദപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ്. അവർ ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ധാരണയാണ് ഞങ്ങൾക്കുള്ളത്. ഷാഫിക്ക് എന്താ ഇത്രയും പേരാമ്പ്രത്തെ കോൺഗ്രസ്സുകാർ ഒന്നിനും കൊള്ളാത്തവരാന്നുള്ള അഭിപ്രായം വന്നത് എവിടെ നിന്നാണ്? അതൊക്കെ പരിശോധിക്കേണ്ട എവിടെ വെച്ചാണ്? ഞാൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം സമൂഹത്തിൽ ചേർന്നല്ല. ഞാൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ കീഴിലാണ് എന്ന അഹങ്കാരം, ആ അഹങ്കാരമാണ് ഷാഫി പറമ്പിൽ വെച്ച് പുലർത്തുന്നത്. ആ അഹങ്കാരത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി കാര്യങ്ങൾ UDF രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. യൂത്ത് കോൺഗ്രസ് എന്താവുന്നു, അതിൽ ഷാഫി എന്ത്, അപ്പുറത്തെന്ത്, എങ്ങനെയാണ് സംഭവിക്കുന്നതൊക്കെ നാട് കാണുകയാണല്ലോ.